വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇമെയിൽ വിവാദത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നോട്ടപ്പുള്ളി ലിസ്റ്റിലുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ വേദിയിൽ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഷാനവാസ് വന്നാൽ, ഷാനവാസ് ഞാനും മാത്രമേ ആ ഒരു ദർജയിലുള്ള ആളുകളായിട്ട് ഇവിടെ ഉള്ളൂ. ഇപ്പോൾ പൊതുവെ ഈ ലിസ്റ്റ് വന്നതിന് ശേഷം ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ വലിയ ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മദീനത്ത് ഒരു 2 കാറ്റഗറി ഉണ്ടായിരുന്നു റസൂലിൻ്റെ കാലത്ത്. എന്ന് വെച്ചാൽ ബദറിൽ പങ്കെടുത്തോലും പങ്കെടുക്കാത്തോലും. അതേമാതിരിയുള്ള ഒരു കാറ്റഗറി ഏതാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഈ ലിസ്റ്റിൽ പെട്ടവരും പെടാത്തവരും. അങ്ങനെ ഒരുതരം ബദരീങ്ങളുടെ ദർജയിൽ നിന്നുകൊണ്ടാണ് പല സുഹൃത്തുക്കളും, പ്രത്യേകിച്ച് പല യുവ സുഹൃത്തുക്കളും ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ ദർജയിലേക്ക് ഉയർത്തിയതിന് ഉമ്മൻചാണ്ടിക്ക് നമോഭാഗം അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. പക്ഷേ ആ ഒരു ദർജയിൽ നിൽക്കുമ്പോഴും അതിൻ്റെ ഒരു അഭിമാനം മനസ്സിലുള്ളപ്പോഴും ചെറിയൊരു മനോവിഷമം എന്താന്ന് ചോദിച്ചാൽ, ഇന്റലിജൻസിന്റെ ലിസ്റ്റിലായി പോയല്ലോ പെട്ടത് എന്നുള്ളതാണ്. ഒരെരല്ല, നമ്മളെ ഇന്റലിജൻസിന്റെ ലിസ്റ്റാണല്ലോ ഇത്. അതിന്റെ കഥ എന്താ നമുക്കറിയാം. അതിന്റെ കഥ എന്താന്ന് ചോദിച്ചാൽ, അതിന്റെ കഥന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ, നവംബർ 3-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട ജയമോഹൻ സാറ് ഹേമചന്ദ്രൻ സാറിന് വേണ്ടിയിട്ട് ഈ കത്ത് എഴുതുന്നത്. ഹൈ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്, ഹൈടെക് ക്രൈം എൻക്വയറി സെൽ എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. അതിന്റെ അസിസ്റ്റന്റ് കമാൻഡന്റിനാണ് നവംബർ 3-ാം തീയതി കത്ത് എഴുതുന്നത്. ഏതാണ്ട് ഡിസംബർ 3 മേരിക്കുന്നില്ല എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്റലിജൻസ് എന്താണെന്ന് അപ്പൊ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പൊ ഇതുമായിട്ട് ഇതിന്റെ ലിസ്റ്റ് പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു നിലവാരമുള്ള സംഗതി അല്ല എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. അപ്പൊ ഇന്റലിജൻസിന്, രഹസ്യാന്വേഷണം എന്നുള്ളതിനാണ് ഇവരിപ്പോ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് ബുദ്ധി എന്നുള്ളൊരു ഒരു മാനയും കൂടി ഉണ്ടല്ലോ, ഒരർത്ഥം കൂടി ഉണ്ടല്ലോ. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്താ നമുക്കറിയാം. നമ്മളടുത്ത് ഈ ടൈപ്പുള്ള ആളുകൾ വരാറുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ടാവും കുറച്ച് ആളുകൾ. അപ്പൊ അവർ വന്നിട്ട് പിന്നെ കാര്യമായിട്ട് വിവരങ്ങളൊക്കെ ചോദിക്കും. സോൾട്ടാറ്റി മറ്റേ അത് SIO ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ വിവരങ്ങൾ പറഞ്ഞെടുക്കും. ഇവര് കിട്ടി എന്നുള്ള മട്ടിലും കണൊക്കെ വീർപ്പിച്ച് മസിലൊക്കെ എടുത്ത് ഇതൊക്കെ എഴുതിയെടുക്കും. ഈ സംഗതികൾ നമ്മുടെ പ്രസ് റിലീസിലും പോസ്റ്ററിലൊക്കെ വന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ എന്തോ രഹസ്യ വിവരങ്ങൾ എന്ന മട്ടിൽ മൗറോട്ടിൽ കൂടി നടന്നാൽ വായിക്കാൻ പറ്റുന്ന വിവരങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ എഴുതിയെടുത്തിട്ട് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആയിട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കും. ഇതാണ് ഇന്റലിജൻസ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അതിനാണ് ഇവർ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നടന്ന സ്ഫോടനങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചോ? അല്ലെ കേസുകൾ, ഇവിടെ ഒരുപാട് കേസുകളെ കുറിച്ച് പറഞ്ഞു. കാശ്മീർ ഏറ്റുമുട്ടലാകട്ടെ, മറ്റേ അതാവട്ടെ, ഇതിലേതാണ് ഇവർ തെളിയിച്ചതല്ലേ ഇവർ മുൻകൂട്ടി കണ്ടത്? എന്താ ഉള്ളത്? ഇപ്പോ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളാണ് സംജോത, മലേഗാവ്, മക്ക മസ്ജിദ്, ഈ ജാതി സ്ഫോടനങ്ങൾ. ഇതെങ്ങനെയാ പുറത്തേക്ക് വിവരം വന്നത്? കേണൽ പുരോഹിത് എന്ന് പറയുന്ന ഒരു RSSകാരൻ, പട്ടാള ഉദ്യോഗസ്ഥൻ, പട്ടാളത്തിൽ നിന്ന് RDX മോഷ്ടിച്ച് ഇവിടെയൊക്കെ സ്ഫോടനം നടത്തി. പട്ടാള ഉദ്യോഗസ്ഥൻ പട്ടാളത്തിൽ നിന്ന് RDX മോഷ്ടിച്ച് അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഇന്റലിജൻസ് ആണ്. അവസാനം അത് വെളിച്ചത്ത് വന്ന എങ്ങനെയാ? മക്ക മസ്ജിദ് സ്ഫോടനത്തിൽ അകപ്പെട്ട ഒരു നിരപരാധിയായ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് വേറൊരു കേസിൽ അവിടെ കിടക്കുന്ന സ്വാമി അസീമാനന്ദക്ക് എന്തോ സഹതാപം തോന്നി പറഞ്ഞപ്പോ ആ ഒരു കൺഫെഷനാണ് വലിയ ഒരുപാട് സ്ഫോടന പരമ്പരകളുടെ ചുരുളഴിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. അപ്പോൾ സ്ഫോടനങ്ങൾ, ആക്രമണങ്ങൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട, ഉമ്മൻചാണ്ടി പതാളെ പറയുന്നത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പലതും ചെയ്യേണ്ടി വരും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിൽ എന്ത് ഇൻപുട്ട് നൽകാനാണ് ഇന്റലിജൻസിന് കഴിഞ്ഞിട്ടുള്ളത്? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഏറ്റവും ഇന്റലിജൻസ് ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടായത്. ഈ ലിസ്റ്റിന്റെ നിയമപരമായിട്ടുള്ള അതിന്റെ വിശദാംശങ്ങൾ പൗരൻ സാറ് കുറെ അത് പറഞ്ഞു, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത്
ഉമ്മൻചാണ്ടി വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു സംഗതിയേ അല്ല. അങ്ങനെ ഒതുക്കി തീർക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെയാ പറഞ്ഞത്, അതൊക്കെ കഴിഞ്ഞില്ല, ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളനത്തോടുകൂടി അതൊക്കെ ക്ലോസ് ആയി എന്നാണ്. സുഹൃത്തുക്കളെ, ഇത് ക്ലോസ് ആകാൻ പോകുന്നില്ല. ഈ ചെറുപ്പക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുള്ളിടത്തോളം കാലം, സോളിഡാരിറ്റി പ്രസ്ഥാനം ഈ മണ്ണിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിന് മറുപടി പറയാതെ ഈ വിഷയത്തിലെ ക്രിമിനലുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്കെതിരെ നടപടിയെടുക്കാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചങ്കിൽ ചോരയുള്ളിടത്തോളം കാലം ഈ വിഷയം ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. കാരണം ഇത് നിസ്സാരമായ കാര്യമല്ല. ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ, ഒരു ജനതയുടെ അന്തസ്സിനെ, ഒരു ജനതയുടെ നിലനിൽക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ധിക്കാരപൂർണമായ നടപടിയാണ്. ഉമ്മൻചാണ്ടി രാജ്യരക്ഷയെ കുറിച്ചാണ് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്താ മനസ്സിലാക്കുന്നത്? രാജ്യമെന്ന് പറഞ്ഞാൽ എന്താ? രാജ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ്, ഞാനും കൂടി ഉൾപ്പെടുന്നതാണ്, എന്റെ കൂടി രക്ഷയാണ്. രാജ്യം ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ UDF സർക്കാരിന്റെയോ ഹേമചന്ദ്രന്റെയോ തറവാട്ട് സ്വത്തല്ല എന്ന് മനസ്സിലാക്കണം. ഞങ്ങളും ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ സുരക്ഷയെ, ഞങ്ങളുടെ സ്വകാര്യതയെ, ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിച്ചുകൊണ്ട് നിങ്ങളുടേതായ ഒരു രാജ്യം സൃഷ്ടിക്കുകയും അതിന്റെ സുരക്ഷ അതങ്ങ് നടപ്പിലാക്കുകയും ചെയ്യാന്ന് വിചാരിച്ചാൽ അത്ര സുരക്ഷ നിങ്ങൾക്ക് കിട്ടൂല എന്ന് മാത്രമേ പറയാൻ. അങ്ങനെ സുരക്ഷിത ബോധത്തോടു കൂടി നിങ്ങൾ മാത്രം കഴിയുന്നൊരവസ്ഥ വരില്ല. ഇത് വൺ വേ ട്രാഫിക് അല്ല. സുരക്ഷ എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല. ഞങ്ങൾക്ക് സുരക്ഷയില്ല, നിങ്ങൾക്ക് സുരക്ഷയില്ല. അത്രയാ വിഷയത്തിൽ പറയാനുള്ളത്. രാജ്യസുരക്ഷ, രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? രാജ്യം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഓരോ വ്യക്തികളും ഓരോ പൗരന്മാരും അടങ്ങുന്നതാണ്. ആ പൗരന്റെ മൗലികമായ ഓരോ പൗരാവകാശങ്ങളും ഉൾപ്പെടുന്നതാണ്. ഈ പൗരാവകാശങ്ങളിൽ ഏറ്റവും സുപ്രധാനമാണ് സ്വകാര്യത എന്ന് പറയുന്ന അവകാശം, റൈറ്റ് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. ഈ പ്രൈവസിക്ക് മേലാണ് നിങ്ങൾ ഒന്നാമതായി കൈവച്ചിരിക്കുന്നത്. രണ്ടാമത്തതാണ് വിവേചനത്തിന് അതീതമായി നിൽക്കുവാനുള്ള അവകാശം. ഇവിടെ നിങ്ങൾ ഒരു വിവേചനം ചെയ്യപ്പെട്ട, വിവേചനത്തിന് വിധേയനായ അല്ലെങ്കിൽ അർദ്ധപൗരനായിട്ടാണ് ഞാനടക്കമുള്ള 268 പേരെ കാണുന്നത്. ഈ 268 പേരോടും ഈ വിഷയത്തിൽ സമാധാനം പറയാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. നിസ്സംശയം പറയുകയാണ്. ഇത് ഉയർത്തേണ്ട ഓരോ സന്ദർഭത്തിലും ജനകീയമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായി, നിയമപരമായി ഇത് നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഈ പ്രതികരണങ്ങളുടെ ഒരു സ്വഭാവം, അതിന്റെ ഒരു രാഷ്ട്രീയ വിവക്ഷ എന്താണ് എന്ന് അന്വേഷിക്കാനാണ് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ രസകരമായ ഒരു കാര്യം, മൊത്തം പ്രതികരണങ്ങൾ എനിക്ക് ഏറ്റവും, ഞാൻ പ്രതികരണങ്ങൾക്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അവാർഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമദാനി സാഹിബിന്റെ പ്രസ്താവനക്കാണ്. മൂപ്പര് പറഞ്ഞെന്താന്ന് വെച്ചാൽ, മൂപ്പര് പേര് ഉണ്ടെന്നും ഇല്ലാന്നും ഫീഹി കൗലൈനി, രണ്ടഭിപ്രായമുണ്ട്. മൂപ്പരുമായി ബന്ധപ്പെട്ടൊരു പേരുണ്ട്, നമ്മളൊക്കെ വായിച്ചത്. അതിനെക്കുറിച്ച് മൂപ്പര് പറഞ്ഞെന്ന് വെച്ചാല്, ഇത് ഞമ്മക്ക് തീവ്രവാദം എന്തോന്നില്ല, അത് തീവ്രവാദ ബന്ധമുള്ള വേറെ ഏതോ ഒരു ഫൗണ്ടേഷൻ, നമ്മളുടെ പേരേ അല്ല അത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെ അർത്ഥം എന്താ? ഇതിൽ കിടക്കുന്ന ബാക്കി പേരൊക്കെ തീവ്രവാദ ബന്ധമുള്ള പേരാണെന്നാണ്. എന്ന് പറഞ്ഞാൽ PV അബ്ദുൽ വഹാബും മൂപ്പരുടെ ബിസിനസ് സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ തീവ്രവാദികൾ ആണെന്നാണ് അതിന്റെ വേറൊരർത്ഥം. സമദാനി സാഹിബിന് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവുകളും സഹതാപങ്ങളും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്കില്ലാത്തൊരു പ്രശ്നം മൂപ്പർക്കുണ്ട്. നമുക്ക് ഈ ഉമ്മൻചാണ്ടിന്റെയും ഹേമചന്ദ്രന്റെയും ജക്കബ് ഉന്നൂസിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കി അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. അവരെന്താണ് നമ്മളെ കാട്ടാൻ പോണത് എന്ന് നോക്കി നടന്നാൽ മതി. മൂപ്പർക്ക് അതല്ല, ഈ ഇരുനിര എന്ന് പറയണ മാതിരി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ശ്രദ്ധിക്കണം. കാരണം ഈ മുൻ സിമി എന്ന് പറയുന്ന ഒരു ടാഗ് ഉള്ളത് കൊണ്ട് ഭരണകൂടം പിന്നാലെ കൂടും. ഇതുകൊണ്ട് ഇതിനകത്തുള്ള ആൾക്ക്, ലീഗിനകത്തുള്ള ആളുകൾക്ക് ഇതുവരെ ഒരു കബൂലായിട്ടില്ല. ഇതിപ്പോ എന്താപ്പത്, ഈ മുൻ സിമിയാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് സംശയം, ഇവിടുന്നും സംശയം, അപ്പുറത്തും സംശയം, ഇപ്പുറത്തും സംശയം. എന്താണ് ഈ കന്തക് യുദ്ധത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്നില്ലേ, ഇടത്തുനിന്നും വലത്തുനിന്നും മോളിന്നും താഴ്ന്നും. ആ ഒരു അവസ്ഥയിലാണ് മൂപ്പര ഒരിത്. ഇത് ഒഴിവാക്കാൻ പറ്റില്ല. നേരത്തെ ആ സിമി എന്ന് പറയുന്ന ചാപ്പയെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ എളുപ്പം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല അത്.
പിന്നെ സമദാനി സാഹിബിന് എത്ര കാലമായി സംസ്കൃത ശ്ലോകമൊക്കെ എത്ര ചൊല്ലി നോക്കി മൂപ്പര്. സംസ്കൃത ശ്ലോകം, കബീറിന്റെ പദ്യം അല്ലാമ ഇക്ബാലിന്റെ പദ്യം ഒപ്പം പാടി നോക്കി. ഈ കളി മുഴുവൻ കളിച്ചിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാ ഒഴിവാക്കാൻ പറ്റുക? സമദാനി സാഹിബിന്റെ കാര്യം പോട്ടെ, സിദ്ദീഖിന് പോലും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. ഈ ടി സിദ്ദീഖ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് എത്ര അടി വാങ്ങി അച്യുതാനന്ദന്റെ അടുത്ത്? ഒരു സീറ്റ് കൊടുത്തില്ല. സീറ്റിന്റെ ഏതാണ്ടല്ല ഉമ്മൻചാണ്ടിയുടെ ഒക്കെ എല്ലാ സഹായത്തോടും സീറ്റിന്റെ അടുത്തെത്തുമ്പം ഈ കടലാസം പോവും. ഏത്? മുൻസിമി. ഇത് വന്നു കഴിഞ്ഞാൽ ടപ്പ് ആ വാതിലിടുന്നു. ഈ മുൻസിമി എന്ന് പറഞ്ഞാൽ എന്താ? അത് വേറൊരു സംഗതിയാണ്. നമ്മള് ഇപ്പൊ മൊത്തത്തിൽ ഈ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഏതാണ്ട് എല്ലാവരുടെയും ഒരു പ്രൊഫൈൽ നോക്കിയാൽ മനോരമ ബാലജന സംഖ്യത്തിൽ ഏതാണ്ട് എല്ലാവരും അതിന്റെ ക്യാമ്പിലോ അതിന്റെ പ്രഭാഷണ പരിപാടിയിലോ സ്കൂൾ ക്യാമ്പുകളിലൊക്കെ പോയിട്ടുണ്ടാവും. അതേമാതിരിയാണ് ഈ പാവം സിദ്ദീഖ് ഏതോ കാലത്ത് സിമിന്റെ ഏതോ പ്രസംഗ മത്സരത്തിന് പോയതാണ്. അതാണ് ഈ മുൻസിമി. AICC ഓഫീസിൽ ലിസ്റ്റ് എത്തുമ്പോൾ ഈ ഫയൽ അങ്ങോട്ട് പോകും, മുൻസിമി. അപ്പൊ സിദ്ദീഖിന് രക്ഷപ്പെടാൻ കഴിയാത്ത സമദാനിക്കാർ രക്ഷപ്പെടാൻ കഴിയുന്നത്. ഈ ചാപ്പയുണ്ടല്ലോ സുഹൃത്തുക്കളെ, അത് അത്ര എളുപ്പം കുടഞ്ഞു തെറിപ്പിക്കാൻ കഴിയുന്ന സംഗതിയല്ല. എത്ര കുടഞ്ഞു തെറിപ്പിച്ചാലും അവസാനം കുളിമുറിയിൽ കയറുമ്പോൾ ആ ചാപ്പ അവിടെ ഉണ്ടാവും. അതാണ് ഈ മുസ്ലിം സമൂഹത്തെ വേട്ടയാടുന്നതിന്റെ അതിന്റെ ഒരു മനഃശാസ്ത്രപരം, അതിന്റെ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ഈ നിങ്ങൾ സംസ്കൃത ശ്ലോകം ചൊല്ലിയിട്ടും കാര്യമില്ല, കബീറിന്റെ പദ്യം ചൊല്ലിയിട്ടും കാര്യമില്ല. ഇതിനെ വേട്ടയാടുവാൻ ഇവിടെ ഒരു ഡിസൈൻ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഗ്രാൻഡ് ഡിസൈൻ മറക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ SM കൃഷ്ണ കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിൽ പോയിരുന്നു. മൂപ്പരവിടെ അവരുമായിട്ടുള്ള ചർച്ചയിൽ, ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ അതിൻ്റെ ഒടുവിൽ പറഞ്ഞത്, നമ്മൾ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ നമുക്ക് ഇനി ഒത്തൊരുമിച്ച് പോകണം. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇന്റലിജൻസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ കുറച്ചൊരു അഭിമാനം തോന്നിയിട്ട്, ഇതൊക്കെ ഇപ്പൊ അങ്ങോട്ട് പോകുമല്ലോ, ഒരു നിലവാരമുള്ള ഒരു കക്ഷിന്റെ എത്തുമല്ലോ. ഈ ഇന്റലിജൻസിന്റെ കയ്യിലല്ല, കുറച്ചും കൂടി ഒരു എര എന്ന് പറയാവുന്ന ഒരാളുടെ കയ്യിൽ നമ്മളൊക്കെ പേരെത്തുകയാണെങ്കിൽ സന്തോഷമുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് പോകാനുള്ളതാണ്. അഹമ്മദ് സാഹിബും കൃഷ്ണയൊക്കെ ഇങ്ങനെ ഷട്ടിലടിക്കുന്നത് വെറുതെ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ഗ്രാൻഡ് ഡിസൈനാണ്. ഇസ്രയേലും അമേരിക്കയും നാഗ്പൂരിലെ RSS ആസ്ഥാനവും ഇന്റലിജൻസ് ബ്യൂറോവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ഡിസൈൻ തിരിച്ചറിഞ്ഞ അപൂർവം ആളുകൾ, അപൂർവം പ്രസ്ഥാനങ്ങൾ, അതിനെ നെഞ്ചു വിരിച്ച് ചോദ്യം ചെയ്യുന്ന ആളുകൾ എന്നുള്ളതാണ് ഈ വേട്ടയാടപ്പെടുന്നവരുടെ പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ പ്രശ്നം വന്നപ്പോൾ പ്രതികരണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. ടെലിവിഷൻ ചാനലുകളിൽ പിന്നെ സാധാരണ സർക്കാരിൻ്റെ ഒരു നടപടിയാകുമ്പോൾ സർക്കാർ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് കൂടുതൽ ഉശിരോടെ രംഗത്ത് വരേണ്ടത്. പക്ഷെ ഏറ്റവും ഉശിരോടെ രംഗത്ത് വന്ന ഒരാള്, സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരാള് കെ സുരേന്ദ്രനാണ്, യുവമോർച്ചയുടെ നേതാവ്. സർക്കാരിന്റെ നടപടിയെ ന്യായീകരിക്കാൻ എന്തിനാ ഒരു MLA പോലും ഇല്ലാത്ത യുവമോർച്ചക്കാരെ ഇത്ര ആവേശത്തിൽ വരുന്ന? അപ്പം ബന്ധം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. RSSും ഇന്റലിജൻസും തമ്മിലുള്ള, യുവമോർച്ചയുടെ BJPയുടെ താല്പര്യങ്ങളും കേരള പോലീസിന്റെ താല്പര്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് ശക്തമായി രംഗത്ത് വന്ന മറ്റൊരാൾ യൂത്ത് ലീഗിന്റെ നേതാവ് ഷാജിയാണ്. ഏതാണ്ട് സുരേന്ദ്രനും ഷാജിയും പറയുന്നത് ഏതാണ് ഷാജിൻ്റെത് ഏതാണ് സുരേന്ദ്രൻ്റെത് എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായി. എനിക്കിപ്പോ തോന്നണത് ഇതിപ്പോ വെറുതെ രണ്ട് സംഘടന ഇങ്ങനെ പ്രവർത്തിച്ച് എന്തിനാണ് മൈക്കിന്റെ പൈസ കുറെ പോണ്, പോസ്റ്ററിന്റെ പൈസ കുറെ പോണ്, സമയം വെറുതെ കളയണ്. ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുക, ഞാനൊരു പേര് യൂത്ത് മോർച്ച എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയാൽ എന്തൊരു സുഖാണ്. ആളുകൾക്ക് സൗകര്യം, പത്രക്കാർക്കും സൗകര്യം, ഈ കേൾക്കണവർക്കും സൗകര്യം, വാടകക്കാർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ സംഗതി നല്ല നിലക്ക് പോകും.
അങ്ങനെ യൂത്ത് മോർച്ച, ഷാജി പ്രസിഡന്റ്, സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി. ഇങ്ങനെ ഒരു പാർട്ടി ഞാൻ പറയുന്നു ഔദ്യോഗികമായി നിലവിൽ വന്നിട്ടില്ലെങ്കിലും പ്രയോഗതലത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇമെയിൽ വിവാദത്തിന്റെ, ചോർത്തൽ വിവാദത്തിന്റെ ഒരു ഫലപ്രാപ്തി. അപ്പോ അന്തസ് എന്നൊക്കെ നമ്മൾ ഡിക്ഷണറിയിൽ കേട്ടിട്ടുണ്ട്, ആത്മാഭിമാനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട്, സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ആത്മാഭിമാനം വാടകയ്ക്ക് കൊടുക്കരുത്. ആത്മാഭിമാനവും അന്തസ്സും ആക്രിക്കടയിൽ തൂക്കി വിൽക്കുന്നത് ആത്മാഭിമാനത്തിന്റെ പേരിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ച ഈ സമുദായത്തിന് അപമാനമാണ് എന്നാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ഉമ്മൻചാണ്ടി വളരെ മാന്യമായ ഒരു നിലപാടെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഈ വിവാദം നിർഭാഗ്യകരമാണ്. ഈ ചോർന്നയില് ഭയങ്കര തമാശയാണത്. ഈ ചോർന്നതിനെ കുറിച്ച് ഇങ്ങനെ ലിസ്റ്റ് ഉള്ളത് മൂപ്പര് നിഷേധിച്ചിട്ടേ ഇല്ല. ആ ലിസ്റ്റിൽ 268 പേരുടെ ലിസ്റ്റിൽ മാധ്യമം 258 പേരുടെ ഇത് മാത്രം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. പക്ഷെ മാധ്യമം അപ്പോഴും 268 ഉണ്ട് എന്നുള്ള കാര്യം നിഷേധിച്ചിട്ടില്ല കേട്ടോ. 268 പേരുണ്ട്, അതിൽ 258 മുസ്ലിങ്ങളാണ് എന്ന് തന്നെയാണ് മാധ്യമം പറഞ്ഞത്. മലയാളം അറിയുന്നവർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം 10 പേർ മുസ്ലിങ്ങളല്ലാത്തവരാണെന്നുള്ളതാണ്. അപ്പൊ ഈ ലിസ്റ്റിൽ മുഴുവൻ ആളുകളുടെയും 10 പേരുടെ പേര് ഒഴിവാക്കി, മുസ്ലിങ്ങളല്ലാത്ത 10 പേരുടെ പേര് ഒഴിവാക്കി എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ പരാതി. അതുകൊണ്ട് ഇത് സാമുദായിക 258 മുസ്ലിങ്ങളുടെ പേര് പ്രസിദ്ധീകരിച്ചത് സാമുദായിക സൗഹാർദ്ദം തകർക്കലാണ്. എന്നിട്ട് മൂപ്പര് ബാക്കി 10 മുസ്ലിങ്ങളല്ലാത്തവരുടെ പേര് പറഞ്ഞു. ഞാൻ പറയുന്നത് അതും അങ്ങനെയാണെങ്കിൽ അതും സാമുദായിക സൗഹാർദ്ദം തകർക്കലല്ലേ? 258 മുസ്ലിങ്ങളുടെ പേര് പറയുന്നത് സാമുദായിക സൗഹാർദ്ദം തകർക്കലാണെങ്കിൽ 10 അമുസ്ലിങ്ങളുടെ പേര് പറയുന്നതും സാമുദായിക സൗഹാർദ്ദം തകർക്കൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ കേസ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ 258, നിങ്ങൾ 10, ആ ഒരു വ്യത്യാസമുണ്ട്. ഇതിൽ അടിസ്ഥാനപരമായ വേറൊരു പ്രശ്നമുണ്ട്. സമുദായങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സമുദായങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കുക? കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലല്ലോ. ഇവിടെയുള്ള സ്വകാര്യത ഹനിക്കപ്പെട്ട, മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ട, മൗലികാവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനതയും സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പും തമ്മിലുള്ള ഒരു സംഘർഷമാണ്, ഒരു ഇഷ്യൂ ആണ്. അതും ഒരു സാമുദായിക പ്രശ്നമാണ് എന്ന് ഉമ്മൻചാണ്ടി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരർത്ഥം ഉമ്മൻചാണ്ടി സർക്കാർ ഏതോ ഒരു സമുദായത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ സമുദായം ഏതാണ് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട്. ഞാൻ പറയണതല്ല, അദ്ദേഹം ഈ ലിസ്റ്റ് ഈ ഒരു ഇതിനെ നിഷേധിക്കാനേ കഴിഞ്ഞില്ല, നിഷേധിക്കാൻ സന്നദ്ധനായില്ല. പക്ഷെ നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്താ പറഞ്ഞത്? അത് മുഴുവൻ കെട്ടിച്ചമച്ചതാണെന്നാണ്. ഈ ഇമെയിൽ വിവാദം തന്നെ കെട്ടിച്ചമച്ചതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ഭരണ പരിചയവും രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ വെച്ച് പറയുന്നു, സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഇമെയിൽ വിഷയത്തെക്കാൾ വലിയ ഒരു ഫീമെയിൽ വിഷയത്തിൽ അതിന്റെ പേരിൽ ഈ ഭരണ രംഗത്ത് തന്നെ കുടുക്കപ്പെട്ടിരിക്കുന്ന നിസ്സഹായനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് നമ്മൾ മനസ്സിലാക്കണം, ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ ഒങ്ങിയാൽ മറ്റേ കടലാസ് വരും. അപ്പൊ അത് അദ്ദേഹത്തിന് നിസ്സഹായനാകാം, പക്ഷെ അതിന്റെ പേരിൽ ഒരു സമുദായത്തെ നിസ്സഹായമാക്കരുത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന്റെ പേരിൽ ഒരു സമുദായത്തെ, അതിന്റെ അവകാശങ്ങളെ, അതിന്റെ മൗലികമായ അവകാശങ്ങളെ അതിനെ നിഷേധിക്കുക എന്ന് മാത്രമല്ല, അതിനുവേണ്ടി സംസാരിക്കുന്നവരെ ഒറ്റതിരിച്ച് ആക്രമിക്കുന്ന വളരെ കുടിലമായ, വളരെ പ്രതിലോമപരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാധ്യമത്തിനെതിരെ കേസെടുക്കൂല ഇങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പോലും പറഞ്ഞത്. പക്ഷെ മാധ്യമം തന്നെ നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട യൂത്ത് മോർച്ച നേതാവ് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. മാധ്യമം നിരോധിച്ചാൽ പോരാ, മാധ്യമം നിരോധിക്കണം, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചോ, എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്ന നമുക്കൊന്ന് കാണണം. നമ്മളൊക്കെ നിരോധിക്കുക, എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണ ആ ഒരു ലോകം അത് നമുക്കൊന്ന് കാണണല്ലോ. ഷാജി തെറ്റിദ്ധരിച്ചതാണ്.
അങ്ങനെ സുഖമായി ജീവിക്കാൻ വന്ന അദ്ദേഹം വെറുതെ വിചാരിക്കുകയാണ്. കാരണം ഇത്രയും ശ്ലോകം ചൊല്ലിയ സമദാനിയുടെ അവസ്ഥ ഇതാണ്. അപ്പൊ നമ്മളൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞാലേ, നമ്മളൊക്കെ തിന്നു കഴിഞ്ഞാലേ നിങ്ങളെ തിന്നാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അത് സാമ്രാജ്യത്വത്തെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും പഠിച്ച ഏത് കുട്ടിക്കും അറിയാവുന്ന അതിന്റെ ബാലപാഠമാണ്. മാധ്യമം നിരോധിക്കണമെന്ന് പ്രമേയം പാസാക്കിയ ഒരേ ഒരു സംഘടന MSF ആണ് എന്നാണ്. എൻ്റെ സുഹൃത്ത് ഫിറോസ് ആണ് അതിന്റെ പ്രസിഡന്റ്. നല്ല എന്താ അതിന്റെ ഒരു മട്ട്, യൂത്ത് അതിന്റെ താഴെ നല്ല മട്ടത്തെ തന്നെ ഇത് പോണത്. ഭാവിയിലേക്ക് നല്ല ചരക്കുകൾ തന്നെ ഉസ്സാറാവും എന്ന് പറയാവുന്ന തരത്തിൽ യൂത്തും അതിന്റെ താഴെയുള്ളതും അതിന്റെ മുകളിലുള്ളതും എല്ലാം നല്ല നിലയിൽ തന്നെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സുഖമായിട്ട് മുന്നോട്ട് പോകാം. കൂടാതെ ഇന്ന് ആര്യാടന്റെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അത് വേറൊന്നുമാണ്. ഇത് തമാശകളോ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു. പറയുന്നത് ഇത് കേരളത്തിന്റെ എന്നല്ല, നമ്മുടെ ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയ അതിജീവനവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു ചോദ്യമാണ്. ഇത് ഒരു സംഗതി മാത്രമല്ല, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന അതിഹീനമായിട്ടുള്ള, അത്യന്തം വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സമൂഹത്തെ നിർമാർജനം ചെയ്യുവാനുള്ള, നിഷ്കാസനം ചെയ്യുവാനുള്ള നിരവധിയായിട്ടുള്ള ഗൂഢപദ്ധതികളിൽ ഒരു പദ്ധതിയുടെ ഒരു തുട്ട് മാത്രമാണ്, അതിന്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്, അത് മാത്രമാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. ലവ് ജിഹാദ് ആണെങ്കിലും കശ്മീർ ഏറ്റുമുട്ടലാണെങ്കിലും നിരവധിയായ സംഭവങ്ങൾ ഓരോ സന്ദർഭത്തിൽ. ഇപ്പൊ കശ്മീർ ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെടുന്നത് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം എന്തെല്ലാം ബഹളം ഉണ്ടായത് ആ വിഷയത്തിൽ. ഇതുവരേക്കും ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ നിമിഷം വരേക്കും കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഒരാളുടെ പോലും ഡെത്ത് സർട്ടിഫിക്കറ്റ് കോടതിക്ക് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച്, നമ്മുടെ നിയമപ്രകാരം ഏതൊരു അസ്വാഭാവിക മരണത്തിനും അയാളുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യും കൺസേൺഡ് അതോറിറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാവും, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഈ കശ്മീരിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ പേരിൽ ഇങ്ങനെ വല്ലതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കാൻ പറ്റൂ? ഇങ്ങനെ നിരവധിയായ NIA ഏറ്റെടുത്തില്ല ഒരുപാട് കേസുകൾ. ആ കേസുകളുടെ അവസ്ഥ എവിടെ എത്തി? ഇതിന്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിന് പുറത്ത് മുസ്ലിം സമൂഹത്തെ അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്നതിൽ, അവരെ നിഷ്പ്രഭമാക്കുന്നതിൽ, അവരെ മാനസികമായി കീഴ്പ്പെടുത്തി തകർത്തി ഘട്ടോകളിലേക്ക് ഒതുക്കുന്നതിൽ ഈ എന്റർപ്രൈസ് വിജയിച്ചു കഴിഞ്ഞിരുന്നു. അത് വിജയിക്കാത്ത എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും ഉയർത്തെഴുന്നേൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അപൂർവം കേന്ദ്രങ്ങളിൽ, അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ സംസ്ഥാനം. ഇന്ത്യയിലെ തന്നെ ഇന്ത്യയുടെ സാമ്രാജ്യത്തെ അനുകൂല, സയനിസ്റ്റ് അനുകൂല രാഷ്ട്രീയത്തിനെതിരെ, അമേരിക്കൻ ഇസ്രായേലി അനുകൂല രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമുയർന്നുകൊണ്ടിരിക്കുന്ന, ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം. ഈ ജനകീയ പ്രക്ഷോഭത്തിനും ഈ ജനകീയ ഉണർവിനും നേതൃത്വം കൊടുക്കുന്നതിൽ, അതിൽ ബൗദ്ധികമായി, അതിന് സാംസ്കാരികമായി നേതൃത്വം കൊടുക്കുന്നതിൽ മുന്നണിയിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളെ, അതിലെ വ്യക്തികളെ, അവരുടെ മാധ്യമങ്ങളെ, അവരുടെ പ്രവർത്തകരെ അതിനെ ടാർഗറ്റ് ചെയ്യുക, അതിനെ പ്രൊഫൈൽ ചെയ്യുക, അതിനെ ഡിമണൈസ്, അതിനെ പൈശാചികവൽക്കരിക്കുക, അതിനെ തകർക്കുക എന്നുള്ള നീണ്ട നിഗൂഢമായ ഒരു അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന വളരെ പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമാണ് ഇത്. നമ്മൾ മനസ്സിലാക്കണം. അത് ഏതാണ്ട് തുടക്കത്തിൽ തന്നെ കയ്യോടെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇമെയിൽ ചോർത്തൽ വിവാദത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസക്തി. ഇത് ഞങ്ങൾ പിടികൂടിയിരിക്കുന്നു. ഇനിയും പിടികൂടാൻ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ഉണർന്നിരിക്കുന്ന ഒരു ജനത അത് പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നൽകുവാനുള്ള സന്ദേശം. അങ്ങനെ പിടികൂടാനിരിക്കുന്ന
മാധ്യമങ്ങളെയും പ്രസ്ഥാനങ്ങളെയും നിരോധിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ആ ആഗ്രഹ ചിന്തയുമായി ഓരോ ദിവസവും കിടന്നുറങ്ങിക്കോളൂ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് നഷ്ടപ്പെടുന്നത്, എന്താണ് നഷ്ടപ്പെട്ടത് എന്നാലോചിക്കുവാനുള്ള സന്നദ്ധത അത് നിങ്ങൾക്കുണ്ടാവണമെന്ന് മാത്രം. ഒരു സമൂഹത്തിന്റെ മേൽവിലാസത്തിൽ, ഒരു സമൂഹത്തിന്റെ തോളിൽ കിടന്നുകൊണ്ട് ആ സമൂഹത്തെ കാർന്നു നിന്ന്, ആ സമൂഹത്തിന്റെ ചെവിക്ക് കടിക്കുന്ന, ആ സമൂഹത്തിന്റെ ഹൃദയം പിളർക്കുന്ന ഏർപ്പാടുകൾ മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇമെയിൽ നിങ്ങൾ മുഴുവൻ ലോഗിൻ വിവരങ്ങളോ അല്ലെങ്കിൽ വേറെന്താ എല്ലാ ഈ സാധനങ്ങളും കിട്ടിയത് മുഴുവൻ നിങ്ങൾ പൊളിച്ചു നോക്കിയാലും നമുക്ക് ഒരു പ്രശ്നമില്ല. സുഹൃത്തുക്കളെ, ഹൃദയം പിളർത്തിയിട്ടും തലകൾ പിളർത്തിയിട്ടും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു മുന്നേറ്റത്തെ, ഒരു പ്രസ്ഥാനത്തെ ഇമെയിൽ അക്കൗണ്ട് പിളർത്തിയത് കൊണ്ട് നശിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ വല്ലാത്ത മൂഢന്മാർ തന്നെയാണ്. നിങ്ങൾ ഇമെയിലാ പിളർത്തുന്നതെങ്കിൽ വേറെ മെയിലുകൾ അയക്കുവാനുള്ള സാങ്കേതിക വിദ്യകൾ, അതിന്റെ സോഫ്റ്റ്വെയറുകൾ ഞങ്ങൾ എന്നേ വികസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സോഫ്റ്റ്വെയർ ഉള്ള കാലത്തോളം ഈ പ്രസ്ഥാനം, ഈ ജനത, ഈ ഉണർവ്, അതിജീവനത്തിനുള്ള ഈ ശ്രമങ്ങൾ ഉയരത്തിൽ അഭിമാനപൂർവ്വം നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.